കേരളത്തിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവരിലേക്ക് ഒരു പ്രധാന വാർത്ത പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ആദ്യം തന്നെ നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. കണ്ടെയ്നറുകൾ കയറ്റി ചരക്ക് കപ്പലാണ്. തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കപ്പൽ അപകടത്തിൽപ്പെട്ടു. കപ്പൽ ചെരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. 24 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. അതിൽ മറ്റൊരു മർച്ചന്റ് ഷിപ്പിൽ നിന്ന് ലൈഫ് ഇട്ട് നൽകി 9 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി ആ മർച്ചന്റ് ഷിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ നിന്നും പുറപ്പെട്ട MSC എൽസ 3 എന്ന കപ്പല് കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ വെച്ച് ചരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ സംഭവം എന്താന്ന് വെച്ചാൽ 24 പേരാണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, കപ്പലിൽ കുറച്ചധികം ചരക്ക് കാർഗോ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെണ്ണം നമ്മുടെ കടലിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കടൽ തീരത്ത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ തീരപ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാർഗോ അടിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഒരു കാരണവശാലും അതിൽ സ്പർശിക്കരുത്. ഒരു കാരണവശാലും അതിൽ സ്പർശിക്കാൻ പാടില്ല. അതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ മേല. ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത് മറൈൻ ഓയിൽ എന്നാണ്. എന്ന് വെച്ചാൽ അത് തന്നെ ആവണമെന്നില്ല, കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പേടിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല. നമ്മുടെ തീരപ്രദേശത്തായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 24 പേരുമായിട്ടാണ് ഈ കപ്പൽ നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ നിന്നും പുറപ്പെട്ടത്. അതിൽ 9 പേര് സുരക്ഷിതരാണ്. പോയിട്ട് 14 പേർക്കായിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡ്, നേവി എല്ലാം സജ്ജമാണ്. കടൽ തീരത്ത് എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനും മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം സ്ഥിതി ഇത്തിരി ഗുരുതരമാണ്. പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ ദുരന്ത നിവാരണ സേന ആയിക്കോട്ടെ, നമ്മുടെ നേവി ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇത് പ്രചരിപ്പിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ അതിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഹാശ്വാസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കണ്ടെയ്നറിൽ എന്താണ് ഉള്ളതെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ കൊണ്ട് നമ്മൾ എല്ലാവരും വളരെയധികം ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു സമയമാണിത്. ദുരന്ത നിവാരണ അതോറിറ്റിയും കോസ്റ്റ് ഗാർഡൊക്കെ ഇപ്പൊ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നമ്മുടെ കടൽ തീരത്ത് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അറിയിക്കണം. അതല്ലെങ്കിൽ 112 ഈ നമ്പർ മറക്കരുത്. 112 എന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. വേണ്ടപ്പെട്ടവർ വന്ന് കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ തന്നെ ചെയ്തോളും. അപ്പോ ഒരു കാരണവശാലും നമ്മൾ ഈ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വസ്തുക്കളായിക്കോട്ടെ, നമ്മൾ മനുഷ്യര് ഒരു കാരണവശാലും അതിൽ സ്പർശിക്കരുത്. കാരണം അത് സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന പാർശ്വഫലങ്ങളെല്ലാം വളരെ വളരെ വിലപ്പെട്ടതായിരിക്കും. സോ ഇത് ഒരു പ്രധാന കാര്യമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, ജാഗ്രത മതി.